ലോകത്തിലെ ഏറ്റവും ക്രൂരനും എടുത്തുചാട്ടക്കാരനുമൊക്കെയായി അറിയപ്പെടുന്ന നേതാവാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ. നാഴികയ്ക്ക് 40 വട്ടം ആണവായുധം പ്രയോഗിക്കുമെന്ന് പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന കിമ്മിന്റെ 500 പട്ടാളക്കാരെ വധിച്ചുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. ഉക്രൈൻ സൈന്യം റഷ്യയിൽ ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിലാണ് റഷ്യൻ സൈന്യത്തിലെ മുതിർന്ന ഒരു ജനറലും 500ഓളം ഉത്തര കൊറിയൻ സൈനികരും അടക്കം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി പറയുന്നത്. റഷ്യയെ യുദ്ധത്തിൽ സഹായിക്കാൻ ഉത്തര കൊറിയ അയച്ച സൈനികരാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ബുധനാഴ്ച ആക്രമണം നടന്നത്. റഷ്യൻ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് ജനറൽ വലേറി സോളോവ്ചക്കാണ് കൊല്ലപ്പെട്ടത്. കൂടാതെ റഷ്യയുടെ 18ഓളം സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിരവധി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഉത്തര കൊറിയൻ സൈന്യത്തിന്റെ ഒരു ജനറലിനും ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട്. റഷ്യയുമായി നടക്കുന്ന യുദ്ധത്തിൽ ഉക്രൈൻ ആദ്യമായിട്ടാണ് ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകൾ പ്രയോഗിക്കുന്നത്. ആക്രമണത്തിൽ ഒരു കമാൻഡ് പോസ്റ്റ് ഉൾപ്പെടെയുള്ള സൈനിക സംവിധാനങ്ങൾ തകർന്നതായും റഷ്യയിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായതായും പറയപ്പെടുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ റഷ്യയുടെ ഭാഗത്ത് നിന്ന് യാതൊരു വിശദീകരണവും ഇനിയും ഉണ്ടായിട്ടില്ല. റിപ്പോർട്ടുകൾ സത്യമാണെങ്കിൽ അത് റഷ്യയ്ക്കും ഉത്തര കൊറിയയ്ക്കും അങ്ങേയറ്റം തിരിച്ചടിയാണ്. റഷ്യയിലെ കുർസ്ക് മേഖലയിലെ ഒരു ഭൂഗർഭ സൈനിക കേന്ദ്രത്തിന് നേർക്കാണ് ഉക്രൈൻ ബ്രിട്ടീഷ് നിർമ്മിത മിസൈലുകൾ പ്രയോഗിച്ചത്. മിസൈൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഉക്രൈന്റെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ റഷ്യ കനത്ത തിരിച്ചടി നൽകിയതായും അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും 500-ലധികം സൈനികരും ഉന്നത ജനറൽമാരും കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ നിസാരമൊരു പ്രത്യാക്രമണം എന്ന അവകാശവാദം മാത്രമാണോ ഉണ്ടായതെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഡിനിപ്രോ മേഖലയിൽ തങ്ങൾ ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് എന്ന് റഷ്യൻ സൈന്യം വ്യക്തമാക്കി. വേണ്ടിവന്നാൽ ആണവായുധം പ്രയോഗിക്കുമെന്നും റഷ്യ താക്കീത് നൽകിയതും ഈ സാഹചര്യത്തിലാണെന്നും പറയുന്നു. റഷ്യയുടെ ആണവ നയത്തിൽ മാറ്റം വരുത്താനുള്ള തീരുമാനം പുടിൻ കൈക്കൊണ്ടതും ഇതിനെ തുടർന്നാണ്. റഷ്യയുടെ തെക്കുകിഴക്ക് പ്രവിശ്യകളിലുള്ള സൈനികരാണ് ഉക്രൈൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ് സൂചന. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ഡിഫൻസ് കോർപ്പ് എന്ന സംഘടനയാണ് 500ഓളം ഉത്തര കൊറിയൻ സൈനികർ കൊല്ലപ്പെട്ടതായി വെളിപ്പെടുത്തിയത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം വന്നിട്ടില്ല. 10,000-ഓളം ഉത്തര കൊറിയൻ സൈനികരാണ് റഷ്യയെ സഹായിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നത്. സൈബീരിയൻ അതിർത്തിയിലാണ് ഇവർ ഭൂരിഭാഗവും നിലയുറപ്പിച്ചിരുന്നത്. ഉത്തര കൊറിയയുടെ പരമോന്നത നേതാവ് കിം ജോങ് ഉന്നിന്റെ നിർദ്ദേശപ്രകാരമാണ് അവർ റഷ്യയിലേക്ക് എത്തിയത്. ഉത്തര കൊറിയയുടെ ഈ നീക്കത്തിനെതിരെ നാറ്റോ സഖ്യകക്ഷികൾ പലരും രംഗത്ത് വന്നിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം യൂറോപ്പിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഇത് മാറുമെന്നും പല രാജ്യങ്ങളും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നതാണ്. ബ്രിട്ടന്റെ സ്റ്റോം ഷാഡോ മിസൈലുകൾ അതീവ പ്രകടശേഷിയുള്ളവയാണ്. GPS ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ മിസൈൽ ആക്രമണം നടത്തുന്നത്. കൂടുതൽ പ്രകോപിതരായ റഷ്യ ചില ബ്രിട്ടീഷ് സൈനികരെയും അറസ്റ്റ് ചെയ്തതായി റഷ്യ അറിയിച്ചിട്ടുണ്ട്. റഷ്യ നാറ്റോ സഖ്യത്തിനെതിരെ ഒരാക്രമണത്തിന് തുനിഞ്ഞാൽ ആദ്യം ചാമ്പലാക്കാൻ പോകുന്ന രാജ്യം ബ്രിട്ടനായിരിക്കുമെന്ന കാര്യവും ഉറപ്പായിരിക്കുകയാണ്. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഇത് സംബന്ധമായ റിപ്പോർട്ട് കൈമാറിക്കഴിഞ്ഞതായി വാർത്തകൾ എത്തിക്കഴിഞ്ഞു. മാത്രമല്ല, ഇറാൻ അനുകൂല ഗ്രൂപ്പായ ഹൂതികൾക്ക് കൂടുതൽ ആധുനിക ആയുധങ്ങൾ നൽകി. ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള പ്രധാന നാറ്റോ രാജ്യങ്ങളുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും കപ്പലുകൾ ആക്രമിക്കാനും റഷ്യ ഇടപെടൽ നടത്തുന്നതായാണ് അമേരിക്കൻ ചേരി ആരോപിക്കുന്നത്. ഇതിൽ തന്നെ ബ്രിട്ടീഷ് കപ്പലുകൾ പ്രധാന ടാർഗറ്റായി മാറുമെന്നാണ് നാറ്റോ സംശയിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതോടെ അമേരിക്കയുടെ ഉക്രൈൻ സഹായത്തിന് വിരാമമിടുമെന്നാണ് റഷ്യ കരുതുന്നത്. അമേരിക്കയ്ക്കൊപ്പം നിന്ന് ഏത് നാറ്റോ രാജ്യം റഷ്യയ്ക്ക് നേരെ പ്രവർത്തിച്ചാലും ആ രാജ്യത്തെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുമെന്ന സന്ദേശം ലോകത്തിന് നൽകാൻ റഷ്യ ആഗ്രഹിക്കുന്നുമുണ്ട്. തങ്ങളുടെ രാജ്യത്തേക്ക് ദീർഘദൂര മിസൈൽ അയക്കാൻ ഉക്രൈന് ബ്രിട്ടൻ അനുമതി നൽകിയതും തുടർന്ന് ഉക്രൈൻ അത് പ്രയോഗിച്ചതുമാണ് ബ്രിട്ടനെ ശത്രുവായി പ്രഖ്യാപിക്കാൻ റഷ്യയെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ അത്യന്തം അപകടകാരിയായ ഒറഷ്നിക് മിസൈൽ ഉക്രൈനിലേക്ക് തൊടുത്തുവിട്ട റഷ്യ ഈ മിസൈലിന്റെ പരിധിയിൽ ബ്രിട്ടനെയും കൊണ്ടുവന്നിരിക്കുകയാണെന്നും വാർത്തകളുണ്ട്. ആണവ പോർമുന വഹിക്കാൻ പറ്റുന്നതും ലോകത്തൊരു ശക്തിക്കും തടുക്കാൻ കഴിയാത്തതുമായ ഈ മിസൈലിന്റെ ആദ്യ പരീക്ഷണത്തിനു ശേഷം ബ്രിട്ടനിലെ RAF ലേക്കൻ ഹീത്ത് ഉൾപ്പെടെയുള്ള 3 പ്രധാന ബ്രിട്ടീഷ് സൈനിക താവളങ്ങളിൽ അജ്ഞാതമായ 1-ലധികം ഡ്രോണുകൾ നിരീക്ഷണ പറക്കലുകൾ നടത്തിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.